നേരെ നമുക്ക് കാസർകോട്ടേക്ക് പോകാം. ദേശീയപാതയിൽ കാസർകോട് കുമ്പളയിൽ ടോൾ പിരിവ് തുടങ്ങിയതോടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. മംഗളൂരു ഭാഗത്തേക്ക് പോവുകയായിരുന്ന ആംബുലൻസ് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഗതാഗതക്കുരുക്കിൽ കുടുങ്ങി. പ്രതിഷേധം ഉയർന്നതോടെ പണം നേരിട്ട് വാങ്ങിയുള്ള ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തി. ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കാതെ ടോൾ പിരിച്ചതുകൊണ്ടാണ് ഗതാഗതക്കുരുക്കുണ്ടായതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. അരുൺ പൂപ്പറമ്പ് ചേരുന്നു അവിടെ നിന്നും. അരുൺ, ഈ ആംബുലൻസ് കുടുങ്ങിയ ദൃശ്യമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനിയും ഇപ്പൊ ഇങ്ങനെ പല ദൃശ്യങ്ങളും പുറത്തു വരാനുമുണ്ട്. മാത്രമല്ല, പരാതി പറഞ്ഞ് യാത്രക്കാർ മടുത്തു. ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണ്? റോഷിനി, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കഴിഞ്ഞ ദിവസം ആ കുമ്പള ടോളിൽ ഒരു ആംബുലൻസ്, മംഗളൂരു ഭാഗത്തേക്ക് പോകുന്ന ഒരു ആംബുലൻസ് കുടുങ്ങിയ ദൃശ്യമാണ്. അത് കുറച്ചധികം സമയം തന്നെ ആ ഗതാഗത കുരുക്കിലായ ആംബുലൻസ് കുടുങ്ങുന്ന സാഹചര്യമുണ്ടായി. പിന്നാലെയാണ് വലിയ പ്രതിഷേധം ഈ കുമ്പളയിൽ ഉണ്ടായത്. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കുമ്പള ടോൾ ബൂത്തിൽ തന്നെയാണ്. ഇവിടെ ഈ പണം നേരിട്ട് വാങ്ങിയുള്ള ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫാസ്ടാഗ് വഴിയുള്ള ടോൾ പിരിവ് മാത്രമാണ് നടക്കുന്നത്. പണം നേരിട്ട് വാങ്ങുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ സമയം ഇവിടെ എടുക്കും. അത് ഗതാഗത കുരുക്കിന് കാരണമാകുന്നു. അതിൽ നേരത്തെ തന്നെ നാട്ടുകാരും യാത്രക്കാരും ഈ ആക്ഷൻ കമ്മിറ്റിയൊക്കെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. ഇവിടെ വേണ്ട ഒരു ക്രമീകരണങ്ങളും ഒരുക്കാതെയാണ് ദേശീയപാത അതോറിറ്റി ഈ ടോൾ പിരിവ് തുടങ്ങിയതെന്നാണ്. അതിൽ പ്രധാനമായും ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ ടോൾ ബൂത്തിൽ ഈ എമർജൻസി ലൈനിൽ ഈ ആംബുലൻസുകൾ ഉൾപ്പെടെ കടന്നു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള എമർജൻസി ലൈനില്ല. അതോടൊപ്പം ഓട്ടോറിക്ഷകൾ, ബൈക്കുകളൊക്കെ കടന്നു പോകാൻ, ഇരുചക്ര വാഹനങ്ങൾ കടന്നു പോകുന്ന പ്രത്യേക ലൈൻ ആവശ്യമാണ്. അതൊന്നും ഒരുക്കിയില്ല. ഇവിടെ സർവീസ് റോഡില്ല. ഈ കാര്യങ്ങൾ ഒരുക്കാതെ, ഈ ക്രമീകരണങ്ങൾ ഒരുക്കാതെ കോടതിയുടെ പരിഗണനയിൽ ഈ കേസ് ഇരിക്കുന്ന ഘട്ടത്തിൽ തിടുക്കപ്പെട്ട് ദേശീയപാത അതോറിറ്റി ഇവിടെ ടോൾ പിരിച്ചതുകൊണ്ടാണ്, ടോൾ പിരിവ് തുടങ്ങിയതുകൊണ്ടാണ്, ടോൾ പിരിവ് തുടങ്ങിയതിന് പിന്നാലെ തന്നെ രൂക്ഷമായ ഗതാഗത കുരുക്ക് ഉണ്ടായത് എന്നതാണ് നാട്ടുകാരും ആക്ഷൻ കമ്മിറ്റിയൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ ഈ പണം നേരിട്ട് പിരിക്കാത്തത് കൊണ്ട് ഗതാഗത കുരുക്ക് നിലവിൽ ഇപ്പോൾ താൽക്കാലികമായില്ല. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ അകലെയാണ് ഈ കുമ്പള ടൗൺ ഉള്ളത്. അവിടെ വരെ കഴിഞ്ഞ ദിവസം ഗതാഗത കുരുക്കുണ്ടായിരുന്നു. ആ ഗതാഗത കുരുക്കിലാണ് ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കുടുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇവിടുത്തെ ആക്ഷൻ കമ്മിറ്റി ഹൈക്കോടതിയിൽ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച കാര്യമുണ്ട്. സർവീസ് റോഡോ എമർജൻസി ലൈനോ ഒന്നുമില്ലാതെ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടുള്ള ടോൾ പിരിവാണ് ഇവിടെ നടക്കുന്നത്. അത് അംഗീകരിക്കാൻ കഴിയില്ല. ആ ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയും ആ പരിഗണിച്ച ഘട്ടത്തിൽ ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാണിച്ച കാര്യം, ദേശീയപാത അതോറിറ്റിയോട് ചോദിച്ച കാര്യം, ആ സൗകര്യങ്ങൾ ഒരുക്കാതെ എന്തുകൊണ്ട് ഈ ടോൾ പിരിവ് തുടങ്ങി എന്ന കാര്യമാണ് ദേശീയപാത അതോറിറ്റിയോട് ഹൈക്കോടതി തന്നെ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇവിടെ നിലവിൽ താൽക്കാലികമായി ഈ പ്രശ്നം പരിഹരിച്ചു, അല്ലെങ്കിൽ ഈ നേരിട്ടുള്ള പണം പിരിക്കാത്തതുകൊണ്ട് തന്നെ ഗതാഗത കുരുക്ക് പരിഹരിച്ചിട്ടുണ്ട്. പക്ഷേ അടുത്ത ദിവസങ്ങളിൽ നേരിട്ട് പണം പിരിച്ചു തുടങ്ങിയാൽ സ്വാഭാവികമായും ദേശീയപാത അതോറിറ്റി അത്തരം നടപടികളിലേക്ക് പോകും. അവരെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് പണം പിരിക്കാതിരിക്കുമ്പോൾ അവർക്ക് നഷ്ടം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം നടപടികളിലേക്ക് പോയാൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആംബുലൻസ് കുടുങ്ങിയതുപോലെ രൂക്ഷമായ ഗതാഗത കുരുക്കിലേക്ക് വീണ്ടും ഈ കുമ്പളയിൽ സാഹചര്യം മാറും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കുമ്പളയിലെ പ്രശ്നങ്ങൾ തീരുന്നില്ല. വീണ്ടും പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും. ഈ ടോൾ പിരിവിനെതിരായിട്ടുള്ള ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ടായി. ഇതിലൊരു അന്തിമ വിധി ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നിട്ടും ദേശീയപാത അതോറിറ്റി തിടുക്കപ്പെട്ട് ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നു എന്നതാണ് നാട്ടുകാരും ആക്ഷൻ കമ്മിറ്റിയും ആരോപിക്കുന്നത്. രോഷിനി, അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒരു പ്രതിഷേധമൊക്കെ നടന്നതുകൊണ്ടാണ് പണം നേരിട്ട് വാങ്ങിയുള്ള ടോൾ പിരിവ് താൽക്കാലികമായി അവിടെ നിർത്തിയത്. അതിന്റെ ചെറിയ ആശ്വാസം ഉണ്ടാകും. പക്ഷേ ദേശീയപാത അതോറിറ്റിക്ക് എപ്പോൾ വേണമെങ്കിലും അത് വീണ്ടും നടത്താമല്ലോ. വീണ്ടും നേരിട്ട് വാങ്ങാനുള്ള പദ്ധതികളുമായി അവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും ജനം കൊടുങ്ങും, വീണ്ടും ഗതാഗത കുരുക്കാവും.